شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുസ്സമ്മിലാണ്. 4-ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. പരിശുദ്ധ ഖുർആൻ സാവധാനം നിർത്തി സാവകാശം പാരായണം ചെയ്യുക, തെർത്തീൽ നടത്തുക. അല്ലേ, തെർത്തീൽ എന്താണ്, ഹദർ എന്താണ്, തദ്ബീർ എന്താണ് ഒക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ ഖിറാഅത്ത് പരമ്പരയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ അക്ഷരത്തിനും നിശ്ചയിക്കപ്പെട്ട ഉച്ചാരണ നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്വഹാബികൾ നേരിട്ടു കേട്ട് മനസ്സിലാക്കി, അവരിൽ നിന്ന് താബിഉകൾ കേട്ട് പിൻതലമുറക്ക് കൈമാറി, ഇങ്ങനെ വളരെ യോഗ്യരായ ഗുരുക്കന്മാരിൽ നിന്നും നേരിൽ ഖിറാഅത്ത് കേട്ട് പിൻതലമുറക്ക് പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യം ഖുർആനിൻ്റെ പാരായണ ശാസ്ത്രത്തിൽ ഉണ്ട്. അത് ഉണ്ടാവണം. അപ്പോഴാണ് അതിൻ്റെ കൃത്യമായ സനദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നെത്തുന്ന ശൃംഖല ഉണ്ടാകുമ്പോഴാണല്ലോ അതിനൊരു മാറ്റുണ്ടാവുക, അതിനൊരു വാലിഡ് ആവുക ആ ഒരു ഉച്ചാരണ രീതികൾ. അപ്പം ഇങ്ങനെ ഓരോ ഗുരുവിൽ നിന്നും നേരിട്ട് കേട്ട് പഠിക്കുന്നൊരു പാരമ്പര്യം അംഗീകൃതരായ യോഗ്യരായ പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ച് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു പാരമ്പര്യം ജീവിതത്തിനുണ്ട്, പരിശുദ്ധ ഖുർആൻ ലോകത്തിനുണ്ട്. അങ്ങനെ പ്രശസ്തരായ ഖാരികൾ 7 ആളുകളാണ്. ഇങ്ങനെ കൃത്യമായി കേട്ട് പഠിച്ച് വന്ന് പിൻതലമുറക്ക് കൈമാറി അങ്ങനെ ആളുകളൊക്കെ അംഗീകരിക്കുന്ന, മുസ്ലിം ലോകം പൊതുവെ അംഗീകരിക്കുന്ന 7 ഖാരികളുണ്ട്, പ്രശസ്തരായ 7. വേറെ ഒരുപാട് ആളുകളുണ്ട്. അതിൽ പ്രശസ്തരായ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരിക്കപ്പെട്ടു വരുന്ന ഓത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന 7 ഖാരികൾ. ഒന്നാമതായി ഇമാം നാഫിഅ് അൽ മദനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം നാഫിഅ് അൽ മദനി ഹിജ്റ 70 മുതൽ 169 വരെയാണ് മഹാനവറുകൾ ജീവിച്ചത്. രണ്ടാമതൊരാളാണ് അബ്ദുല്ലാഹി ഇബ്നു കസീർ അൽ മക്കി, ഹിജ്റ 45 മുതൽ ഹിജ്റ 120 വരെ. അബൂ അംർ അൽ ബസരി 3, ഇദ്ദേഹം ഹിജ്റ 68 മുതൽ 155 വരെ. ആസിം ഇബ്നു അബ്ദുൽ നുജൂദ് കൂഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇദ്ദേഹം ഹിജ്റ 129. അബ്ദുല്ലാഹ് ഇബ്നു ആമിർ ദിമിഷ്ക്, ഇദ്ദേഹം ഹിജ്റ 118. അലി ഇബ്നു ഹംസ അൽ കസായി 119 മുതൽ 189 വരെ. ഹംസ ഇബ്നു ഹബീബ് കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിം ഹിജ്റ 80 മുതൽ ഹിജ്റ 158 വരെ ജീവിച്ചു. ഇങ്ങനെ ഉള്ള 7 മഹാന്മാരായ ഖാരികളാണ് പ്രസിദ്ധരായ ആളുകൾ. ഇവർക്ക് പുറമെ ധാരാളം ഖാരികളും പാരായണ വിദഗ്ധരും മുസ്ലിം ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ മേൽപ്പറയപ്പെട്ട 7 പണ്ഡിതന്മാരുടെ പാരായണ രീതികളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ പിന്തുടരാവൂ എന്ന് മുസ്ലിം ലോകം ഏകോപിച്ച് പറഞ്ഞ സംഗതിയാണ്. ഈ പറയപ്പെട്ട 7 ആളുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഖിറാഅത്ത് അനുസരിച്ച് ഖുർആൻ ഓതാൻ പാടുള്ളൂ. അവർ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഓതുന്നത് നിഷിദ്ധമാണ്, അത് സ്വീകരിക്കപ്പെടാത്തതുമാണ്. ഇതിൽ നമ്മൾ സ്വീകരിക്കുന്ന പാരമ്പര്യം ഏതാണ്? നമ്മൾ ഏത് ഇമാമിൻ്റെ ഖിറാഅത്താണ് പിൻപറ്റുന്നത്? നമ്മുടെ കേരളത്തിലൊക്കെ അത് ആസിം റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ആസിം ഇബ്നു അബ്ദുൽ നുജൂദ് കുഫ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മഹാനവറുകളുടെ ഖിറാഅത്തിൻ്റെ പാരമ്പര്യമാണ് നമ്മൾ പിൻപറ്റുന്നത്. അത് എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് എത്തിയത്? അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ആസിം എന്നവരുടെ ശിഷ്യനായ ഹഫ്സ് റളിയല്ലാഹു അൻഹു വഴിയാണ് കേരളക്കരയിൽ പരിശുദ്ധ ഖുർആൻ്റെ ഇന്ന് നമ്മൾ പിന്തുടരുന്ന ആ പാരായണ ശൈലി എത്തിച്ചേർന്നത്.
അപ്പോൾ നമ്മുടെ ഖിറാഅത്തിൻ്റെ പരമ്പര ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫോളോ ചെയ്യുന്ന തജ്വീദിൻ്റെ പരമ്പര, ഓത്തിൻ്റെ പരമ്പര ഏതാണെന്ന് ചോദിച്ചാൽ പിന്നെ ആസിം റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. അത് നമ്മളിലേക്ക് എത്തിയത് ഹഫ്സ് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. ഹഫ്സുൻ അൻ ആസിമിൻ അങ്ങനെ പറ റഹ്മത്തുള്ളാഹി അലൈഹിം. വറത്തിലിൽ ഖുർആന തർത്തീല, പരിശുദ്ധ ഖുർആൻ സാവധാനം ആലോചിച്ച് തർത്തീലോടെ ഓതണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. തങ്ങളുടെ മാത്രമല്ല നമ്മളുടെ ഒക്കെ ഉള്ള കൽപ്പന ഇതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ആ ഫലം കിട്ടണമെങ്കിൽ ഈ രൂപത്തിൽ ഓതണം. വെറുതെ ഓതിപ്പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. വലിയ ശ്രേഷ്ഠതയുള്ള സംഗതിയാണ് ഖുർആൻ ഓത്ത് എന്നതിൽ ആർക്കും തർക്കമല്ല. ആ ശ്രേഷ്ഠത പരിപൂർണമായി മുഴുവനും അടിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ തെർത്തിയിലായിട്ട് ഓതണം. അല്ലാത്തതിന് കൂലില്ല എന്നല്ല, കൂലികളിൽ വ്യത്യാസമുണ്ടാകും അല്ലേ. ഖുർആൻ ദിക്റാണ് എന്ന് അല്ലാഹു തആല പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ദിക്റാണ് എന്നൊരു ബോധത്തോടുകൂടി ഓതുമ്പോഴാണ് ഭയങ്കര കൂലി ഉണ്ടാവുക. അന്നെന്ന് പറഞ്ഞാൽ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ചിന്തിച്ച് അങ്ങനെയൊക്കെ ഓതുക അല്ലേ. ഓർമ്മയോടെ ഓതാത്തുമ്പോഴും കൂലിയുണ്ട്. പക്ഷേ ഓർമ്മയോടെ ഓതുമ്പോൾ, ബോധത്തോടെ ഓതുമ്പോൾ, മനസ്സിലാക്കി ഓതുമ്പോൾ ഉണ്ടാവും കൂലി കൂടുതലുണ്ടാവും എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇങ്ങനെ കാണാം, എൻ്റെ സമുദായത്തിൻ്റെ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഖുർആൻ പാരായണമാണ്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അന്ത്യദിനത്തിൽ അതിൻ്റെ ആളുകൾക്ക് ശുപാർശക്കാരായി ഖുർആൻ എത്തിച്ചേരും എന്ന് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരിക്കൽ, ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ ചില ആളുകളുണ്ട്, റബ്ബിൻ്റെ ചില ആൾക്കാർ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അതാരെ നബി? അള്ളാൻ്റെ ആൾക്കാർ? അത് ഖുർആൻ്റെ ആളുകളാണ്. അവർ അള്ളാഹുവിൻ്റെ വക്താക്കളാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരുമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനോത്തിൻ്റെ പ്രതിഫലമാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും ഒരക്ഷരം പാരായണം ചെയ്യുന്നവന് ഒരു നന്മയുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസാണ് അല്ലേ. ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതിനോട് തുല്യമായ 10 നന്മകളാണ്. അലിഫ് ലാം മീം ഇവ ഒരക്ഷരമാണെന്ന് ഞാൻ പറയില്ല. അലിഫ് ഒരക്ഷരമാണ്, ലാം മറ്റൊരക്ഷരമാണ്, മീം വേറൊരു അക്ഷരമാണ്. അപ്പോൾ എത്ര കൂലിയായി? അലിഫ് ലാം എന്ന് പറഞ്ഞാൽ 30 ഹസനത്തായ മിനിമം. അത് തന്നെ പണ്ഡിതന്മാർ ഒന്നുകൂടെ വിശദീകരിച്ച് പറയുന്നു. അലിഫ് എന്ന് പറയുമ്പോൾ ആ ലിഫ് 3 അക്ഷരം നമ്മൾ മൊഴിഞ്ഞില്ലേ, അലിഫ്. അപ്പം എത്രയായി? അലിഫ് എന്ന് പറയുമ്പോൾ തന്നെ 30 × 3 90ആയി. യാ റബ്ബ്. ഇനി ലാം എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ, മീം എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ അലിഫ് ലാം എന്ന് പറഞ്ഞപ്പോൾ എത്ര ഹസനത്തായി, സുബ്ഹാനല്ലാഹ്. 19 അക്ഷരങ്ങളുള്ള ബിസ്മി ഒരു പ്രാവശ്യം പൂർണ്ണമായി ഓതിയാൽ 190 നന്മകൾ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തും. ചില്ലറ കാര്യപ്പത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ 190 ഹസനത്തുകൾ നമ്മളെ ഇടയിലെത്തി. എന്തൊരു റഹ്മത്താണല്ലേ, എന്തൊരു കൂലി തരലാണല്ലേ. ഖുർആൻ നോക്കുന്നത് പോലും പുണ്യമാണ് എന്ന് പഠിച്ച ആളുകളാണ് നമ്മൾ. കാണുന്നത് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് പുണ്യമാണെന്ന് മാത്രമല്ല, തെറ്റുകൾ പൊറുക്കാൻ കാരണവുമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ബുദ്ധിപരമായ ആത്മീയപരമായ ഉന്നമനത്തിനുള്ള മാർഗമാണത്. ശാരീരിക രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. നമ്മുടെ തലച്ചോറിന് അത് ഊർജമാണ്, ആത്മാവിന് പോഷണമാണ്, ഇരുലോക വിജയം തരുന്ന ഒരു വലിയ അമലാണ് താൻ. 2 ലോകത്തും ജയിക്കുക. അതിൻ്റെ പുറമെ ഐഹികമായ കുറേ ശാരീരികമായ തലച്ചോറ് സംബന്ധമായ കുറേ നേട്ടങ്ങളും ഒക്കെ ഉന്മേഷവും ഒക്കെ പരിശുദ്ധ ഖുർആനത്തിൻ്റെ ഫലങ്ങളായിട്ട് എണ്ണപ്പെടാറുണ്ട്. ശരീരത്തിന് രോഗമുക്തി ഉണ്ടാകുമെന്നാണ്. ഖുർആൻ കൊണ്ട് ചികിത്സ നടക്കുന്ന എത്രയോ സ്ഥലങ്ങളില്ലേ, രോഗമുക്തി ഉണ്ടാകും. ഖുർആനിലേക്ക് നോട്ടം അധികരിപ്പിക്കുന്നതിനേക്കാൾ മറ്റൊരു മരുന്നും എനിക്കറിയില്ല ശരീരത്തിന് രോഗമുക്തിയാകാൻ എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ ചിലരിൽ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിന് രോഗമില്ലാതിരിക്കാൻ ഏറ്റവും നല്ല മരുന്ന് ഖുർആൻ ഇങ്ങനെ നോക്കിയിരിക്കുക, ഖുർആനിലേക്ക് നോട്ടം അധികരിപ്പിക്കുക. നോക്കുമ്പോൾ പിന്നെ ഓതും ചെയ്യുമല്ലോ. അപ്പോൾ വലിയ ശ്രേഷ്ഠതയാണ്. മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഖുർആൻ നോക്കി ഓതാത്തൊരു ദിവസം കഴിഞ്ഞു പോകുന്നത് സ്വഹാബത്തിന് വെറുപ്പായിരുന്നു എന്ന് ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. ഖുർആൻ ഓതാത്തൊരു ദിവസം എന്നല്ല, ഖുർആൻ നോക്കി ഓതാത്ത ഒരു ദിവസം ജീവിതത്തിൽ കഴിഞ്ഞു പോകരുത്. നമുക്ക് കാണാതെ വരണ കുറേ സംഗതി ഉണ്ടാവും, നമ്മൾ ഓതിയിട്ടുണ്ട്. പക്ഷെ നോക്കി ഓതാത്ത ഒരു ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല. മനപ്പാടുള്ള സൂറത്തുകൾ പോലും ഖുർആൻ കയ്യിലെടുത്ത് നോക്കി ഓതുമ്പോൾ വേറെ ഒരുപാട് കൂലി അതിന് കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ യാസിൻ മനപ്പാടാണ്, മൊബൈലിലുണ്ട്, നോക്കി ഓതിക്കോളി. പക്ഷെ അതങ്ങനെ ഓണാക്കിയിട്ട് അവിടെ ഇവിടെ നോക്കരുത്. പിന്നെ ഖുർആനോട് ചെയ്യുന്ന അഭിമര്യാദയാണ്. അത് ഓണാക്കി പിന്നെ അതിലേക്ക് നോക്കുക. അതിലേക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഓണാക്കണ്ട.
ഖുർആനിൻ്റെ ബന്ധുവിനോട് ഖുർആൻ പാരായണം ചെയ്ത് നടന്നിരുന്ന ആളോട് ഖിയാമത്ത് നാളിൽ അള്ളാഹു പറയുമത്രേ, നീ പാരായണം ചെയ്തോ, ഉന്നത പദവികൾ നേടിക്കോ, ഭൗതിക ലോകത്ത് നീ പാരായണം ചെയ്തതുപോലെ സാവകാശം ഓതിക്കോ, നിന്റെ പദവി നീ ഓതുന്ന അവസാനത്തെ ആയത്തിൻ്റെ സമീപത്താണ് എന്ന് പറഞ്ഞാൽ എത്ര ഓതാൻ കഴിയുമോ അത്രയും ദർജ നീ പുന്തി പോയിക്കോ എന്ന് പറയും അള്ളാഹു അവനോട്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തുർമിദി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ഹദീസാണ്, എന്നോട് ദുആ ചെയ്യാൻ അല്ലെങ്കിൽ എന്നോട് ചില ആവശ്യങ്ങൾ ചോദിക്കാൻ ഒരാൾക്ക് സമയം കിട്ടിയില്ല ഖുർആൻ ഓത്തിൽ മുഴുകിയത് കൊണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് ചോദിക്കുന്ന ആൾക്ക് കൊടുക്കണേക്കാളും ഞാൻ ശ്രേഷ്ഠമായ പ്രതിഫലം കൊടുക്കും. ഒരാൾ ഖുർആൻ ഓതിയിട്ട് ഒന്നിനും സമയമല്ല, പഠിച്ചനോട് ചോദിക്കാനും ഒന്നിനും സമയമല്ല, അയാൾക്ക് ദ്വാർക്കാനും സമയമല്ല. അപ്പോൾ അല്ലാഹു തആല പറയണേ, ഖുർആൻ ഓതിയത് കൊണ്ടാണ് അവന് സമയം കിട്ടായിരുന്നതെങ്കിൽ ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതിലേറെ ശ്രേഷ്ഠമായ പ്രതിഫലം ഞാൻ അവന് കൊടുക്കും. പരിശുദ്ധ ഖുർആൻ ഓതാത്ത വീടുകൾ ശ്മശാനങ്ങളാണെന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അത് പിശാചുക്കളുടെ കേന്ദ്രമാണ്. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകും എന്ന ഹദീസിലുണ്ട്. അൽ ബഖറ പ്രത്യേകിച്ചാണ് പറയുക. എല്ലാ പരിശുദ്ധ ഖുർആൻ ഏത് ഭാഗം ഓതിയാലും ഓടിപ്പോവും. അൽ ബഖറ വിശ്വസിച്ചു, പിശാച് അവിടെ ഉണ്ടാവില്ല, ഓടിപ്പോവും. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളാണെങ്കിൽ ആ വീട്ടുകാർക്ക് അല്ലാഹു തആല വിശാലത കൊടുക്കുമെന്നാണ്, നന്മ വർദ്ധിപ്പിച്ചു കൊടുക്കും. അവിടെ മലക്കുകൾ സന്നിഹിതരാകും, പിശാചുകൾ പുറത്തു പോകും. ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടുകളാണെങ്കിലോ ആ വീടുകൾ സങ്കീർണമാക്കപ്പെടും. ഒരു സമാധാനം ഉണ്ടാവില്ല, ഒന്നും കൂടെ റാഹത്തായിരിക്കാൻ ഒരു അവസരം ഉണ്ടാവില്ല. അവിടെ നന്മ കുറഞ്ഞു പോകും, മലക്കുകൾ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകും, പിശാചുക്കൾ അവിടെ കൂടുകൂട്ടും. അപ്പോൾ പരിശുദ്ധ ഖുർആൻ എത്രത്തോളം നമ്മൾ ഏറ്റെടുക്കണം, എങ്ങനെയൊക്കെയാണ് അതിനെ കാണേണ്ടത് എന്നതിലേക്ക് ചെറിയ സൂചനയാണ് ഞാൻ തന്നത്. വറത്തിലിൽ ഖുർആന തർത്തീല, അർത്ഥമറിഞ്ഞ് സാവധാനം ഓതുകയാണെങ്കിൽ മാഷാ അല്ലാഹ്. കാരണം പരിശുദ്ധ ഖുർആന്റെ സ്വഭാവം എന്താ, കുറഞ്ഞ വാക്കേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരുപാട് അർത്ഥതലങ്ങൾ വിവരിക്കുന്ന രൂപത്തിലാണ് ഖുർആന്റെ ആയത്തുകളുള്ളത്. അപ്പോൾ അത് പാരായണം ചെയ്യുന്നതിനും പിന്നെ മനസ്സിലാക്കുന്നതിനും നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഇൻടേക്ക് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധാലുക്കളായിരിക്കണം. കുറഞ്ഞ വാക്കിൽ ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മുടെ നിലപാടെന്താണ് ആ വിഷയത്തിൽ എന്ന് ചിന്തിക്കാൻ കൂടി ഈ ആയത്ത് നമ്മൾ പഠിക്കണം, അതുകൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. വറത്തിലിൽ ഖുർആന തർത്തീല, തർത്തീലനുസരിച്ചാണ് നമ്മുടെ ഖുർആനത്ത് ഉണ്ടാകാറുള്ളത്. തഫക്കുർ ഉണ്ടാവാറുണ്ടോ, തദബ്ബുർ ഉണ്ടാവാറുണ്ടോ? നമ്മളിപ്പോൾ നമ്മുടെ ഖുർആൻ ക്ലാസ്സിലൊക്കെ ശരിക്കും നമ്മൾ ചെയ്യുന്നത് അൽഹംദുലില്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഓരോ ആയത്തും നമ്മൾ എല്ലാ ഭാഗവും ചർച്ച ചെയ്ത് കുറച്ചെങ്കിലും എല്ലാ പൂർത്തിയാവുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ, ആമീൻ. തഫക്കുറും തദബ്ബറും തത്ബീഖും വേണം പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ. ഓരോ ആയത്തിനെ കുറിച്ച് ഓതുമ്പോൾ ചിന്തിക്കണം, പിന്നെ അതിൻ്റെ ആശയം മനസ്സിലാക്കണം, എന്നിട്ടത് ജീവിതത്തിലേക്ക് എടുക്കണം. ഇങ്ങനെ ഇത് മൂന്നിനെ ചുരുക്കി നമുക്കിങ്ങനെ പറയാം. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുമ്പോൾ അത് പഠിക്കണ സമയത്ത് പിശാചിന് സുജൂദ് ചെയ്യാത്ത വിഷയം പഠിക്കുമ്പോഴേ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ആ ഒരു കിബിറുണ്ടായത് കൊണ്ടാണ് ഓൻ ആ വലിയ സൗഭാഗ്യമൊക്കെ നഷ്ടപ്പെട്ട് ശപിക്കപ്പെട്ടവനായത്. അതുകൊണ്ട് എനിക്ക് ആ കിബിറുണ്ടാവാൻ പാടില്ല, ഉജ്ബുണ്ടാവാൻ പാടില്ല. ഇത് ഏത് മനുഷ്യൻ്റെ ഉണ്ടാകുന്ന ഓൻ പരാജയപ്പെടും എന്നതാണ് ഇതിൻ്റെ പാഠം എന്ന് ആ സംഭവം ഓതുമ്പോൾ നമ്മൾ മനസ്സിൽ വരിക. അതാണ് ഇപ്പോൾ തദബ്ബുറു തത്ബീഖ് തഫക്കൂർ എന്ന് പറഞ്ഞാൽ. അത് ആ സ്വഭാവം നമ്മളിൽ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യുക. ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. നമ്മളെപ്പോഴും പലപ്പോഴും നമ്മൾ ഓതിപ്പോകുന്ന ആയത്തുകളാണല്ലോ പിശാച് സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ, അത് ഓനല്ലേ, ഓൻ കിബർ അടിച്ചോണ്ടല്ലേ, ഓൻ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് പോവല്ല വേണ്ടത്. ആ സ്വഭാവം എൻ്റെ അടുത്തും വരാൻ പാടില്ല, ഞാനും ന്യായീകരിക്കാൻ പാടില്ല. എനിക്ക് ഇൽമുണ്ടെങ്കിൽ ആ ഇൽമ കൊണ്ട് ഞാൻ ന്യായീകരിക്കാൻ പാടില്ല. എനിക്ക് എന്തെങ്കിലും അല്ലാഹു തആല തൗഫീഖ് കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് കിബർ നടിക്കാൻ പാടില്ല. ഒരാളെയും ഞാൻ ഇടിച്ചു താഴ്ത്താൻ പാടില്ല, ആരെയും ഞാൻ കൊച്ചാക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല, അനുസരണക്കേട് കാണിക്കാൻ പാടില്ല, ഒരു ആത്മാഭിമാനം കിബറിലേക്ക് വഴിമാറാൻ പാടില്ല, ഞാൻ തരക്കേടില്ല എന്ന് തോന്നലുണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ അതിന് കിട്ടുന്ന പാഠങ്ങളാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ ഓതണം. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.